ഇറാഖിലെ ബസ്രയ്ക്ക് സമീപം അമേരിക്കൻ എണ്ണ ടാങ്കറിന് നേരെയുണ്ടായ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികന് ദാരുണാന്ത്യം. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ നാവികന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആഗോള എണ്ണ വിതരണം തടസ്സപ്പെടുത്തി വില വർദ്ധിപ്പിച്ച് അമേരിക്കയും ഇസ്രയേലിനെയും നിസ്സഹായരാക്കാമെന്ന ഇറാന്റെ കണക്കുകൂട്ടലുകളാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ. എന്നാൽ ഇറാന്റെ ഈ സാമ്പത്തിക യുദ്ധതന്ത്രം യഥാർത്ഥത്തിൽ ഫലം കാണുമോ? അമേരിക്കൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള സേഫ് സീ വിഷ്ണു എന്ന ക്രൂഡ് ഓയിൽ ടാങ്കറിന് നേരെയാണ് ഇറാന്റെ അണ്ടർ വാട്ടർ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. കപ്പലിലുണ്ടായിരുന്ന ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടപ്പോൾ മറ്റു 15 ജീവനക്കാരെ ഇന്ത്യൻ എംബസിയുടെ ഇടപെടലിലൂടെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു. പെർഷ്യൻ ഗൾഫിലെ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം IRGC അഥവാ ഇറാനിലെ ഖമേനി പട്ടാളം ഔദ്യോഗികമായി ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ മറ്റു വാണിജ്യ കപ്പലുകൾക്ക് നേരെയും ഹോർമൂസ് കടലിടുക്കിൽ അജ്ഞാത ആക്രമണങ്ങൾ തുടരുകയാണ്. ലോകത്തിൽ എണ്ണയുടെ 20%, അതായത് പ്രതിദിനം 13 ദശലക്ഷം ബാരൽ എണ്ണ കടന്നു പോകുന്ന ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ പാതയാണ് ഹോർമൂസ് കടലിടുക്ക്. സർവശക്തിയും പുറത്തെടുത്ത് ഈ പാത അടച്ചുപൂട്ടി ലോകത്തിൽ എണ്ണക്ഷാമം ഉണ്ടാക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം. അതുവഴി എണ്ണവില കുത്തനെ കൂട്ടി ലോകരാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കി ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്താമെന്നും അവരെ യുദ്ധത്തിൽ നിന്ന് അങ്ങനെ പിന്മാറ്റാമെന്നുമാണ് IRGC അഥവാ ഇറാനിലെ ഖമേനി പട്ടാളം കരുതുന്നത്. എന്നാൽ ഇറാന്റെ ഈ തന്ത്രം ഇസ്രയേലിന്റെയോ അമേരിക്കയുടെയോ മുന്നിൽ വില പോവില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അമേരിക്കയുടെ പക്കൽ അതിവിപുലമായിട്ടുള്ള സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ഉള്ളതിനാൽ അവർ നിസ്സഹായരാകില്ല. ഏകദേശം 714 ദശലക്ഷം ബാരൽ വരെ സംഭരിക്കാൻ ശേഷിയുള്ള ഈ റിസർവിൽ ഏത് വലിയ പ്രതിസന്ധിയും വർഷങ്ങളോളം നേരിടാൻ പര്യാപ്തമായിട്ടുള്ള ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണ അമേരിക്ക കരുതി വെച്ചിട്ടുണ്ട്. ഇനി ഇസ്രയേലിന്റെ കാര്യമെടുത്താലോ? ഓർക്കുക, ഇസ്രയേൽ യുദ്ധം ചെയ്ത് തഴമ്പിച്ച ഒരു രാജ്യമാണ്. 1948 ഇസ്രയേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടതിന്റെ പിറ്റേന്ന് തന്നെ ഈജിപ്റ്റ്, സിറിയ, ജോർദൻ, ലബനൻ, ഇറാഖ് എന്നീ 5 അറബ് രാജ്യങ്ങളെ ഒറ്റയ്ക്ക് പൊരുതി തോൽപ്പിച്ച ചരിത്രമാണ് അവർക്കുള്ളത്. അതും അന്ധകാലത്ത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരന്തരം യുദ്ധമുഖത്ത് നിന്നിട്ടും അവർക്ക് ഒരു കുലുക്കവുമില്ല. മറുവശത്ത് ഇറാന്റെ പോരാട്ടം കുറച്ച് മിസൈലുകളിൽ മാത്രം ഒതുങ്ങുന്നതാണ്. മിസൈലുകളിലും ഷഹീദ് ഡ്രോണുകളിലും മാത്രം. അത്യാധുനിക ഫൈറ്റർ ജെറ്റുകൾ പോലും ഇല്ലാത്ത ഇറാൻ ഇസ്രയേലിന്റെ വ്യോമശേഷിക്ക് മുന്നിൽ ഒരു എതിരാളി പോലുമല്ല എന്നതാണ് വാസ്തവം. 2000 കിലോമീറ്റർ അകലെ നിന്ന് മിസൈലുകൾ അയച്ച് ഇറാൻ എത്ര നാൾ മുന്നോട്ട് പോകാനാകും? 100 മിസൈലുകൾ തൊടുക്കുമ്പോൾ ഒരെണ്ണം മാത്രമാണ് ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധം ഭേദിച്ച് ലക്ഷ്യത്തിലെത്തുന്നത്. ബാക്കിയെല്ലാം ആകാശത്ത് വെച്ച് തന്നെ തകർക്കപ്പെടുന്നു. ഇതിലെ പരാജയം മറച്ചു വെക്കാൻ ഇപ്പോൾ യാതൊരു പ്രകോപനവും ഇല്ലാതെ GCC രാജ്യങ്ങൾക്ക് നേരെയും ഇറാൻ ആക്രമണം അഴിച്ചുവിടുകയാണ്. ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ മാത്രമേ ആക്രമിക്കൂ എന്ന് പറഞ്ഞു തുടങ്ങിയ ഇറാൻ ഇപ്പോൾ GCC രാജ്യങ്ങളുടെ, ഗൾഫ് രാജ്യങ്ങളുടെ കുടിവെള്ളവും എണ്ണ അടിസ്ഥാന സൗകര്യങ്ങളും വരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടാൽ മാത്രം ആഗോള എണ്ണ പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന് ഇറാൻ എന്നതായി അറിയാം. അതിനാൽ GCC രാജ്യങ്ങളുടെ, ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണ വിതരണം കൂടി തടസ്സപ്പെടുത്തുക എന്നതാണ് അവരുടെ പുതിയ പദ്ധതി. ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാം, അമേരിക്ക ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാലും ലക്ഷ്യം കാണുന്നത് വരെ ഇസ്രയേൽ പിന്മാറുമെന്ന് ആരും കരുതണ്ട. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമാണ്. തൊട്ടടുത്ത് കിടക്കുന്ന പേ പിടിച്ച ഒരു അയൽക്കാരനായിട്ടാണ് ഇസ്രയേൽ IRGCയെ കാണുന്നത്. അതുകൊണ്ട് പേ പട്ടിയെ തല്ലിക്കൊല്ലേണ്ടത് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. യുദ്ധം നീണ്ടുപോയാൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ IRGC എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെടും എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അത് ഒഴിവാക്കാൻ എത്രയും പെട്ടെന്ന് ഒരു സമാധാന ചർച്ചയിലേക്ക് വരിക എന്നത് IRGCയുടെ മാത്രം ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഈ നാടകങ്ങളെല്ലാം അവർ കളിക്കുന്നത്. അടികൊണ്ട് പുളയുന്ന GCC രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും എണ്ണ പ്രതിസന്ധി ഉണ്ടാക്കി ലോകരാഷ്ട്രങ്ങളെ കൊണ്ട് ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തണമെന്നും ഇറാൻ കണക്ക് കൂട്ടുന്നു. അങ്ങനെ സമാധാന ചർച്ചയ്ക്ക് നിർബന്ധിതരാക്കി യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് IRGCയുടെ തന്ത്രം. അതിനുശേഷം ഹമാസ് ഇസ്രയേലിനെതിരെ ജയിച്ചു എന്ന് സോഷ്യൽ മീഡിയയിൽ വരുത്തി തീർത്തതുപോലെ അമേരിക്കയും ഇസ്രയേലിനെയും ഇറാൻ മുട്ടുകുത്തിച്ചു എന്നൊരു വ്യാജ നറേറ്റീവ് അവർക്ക് സൃഷ്ടിക്കണം സാമൂഹ്യ മാധ്യമങ്ങളിൽ. സോഷ്യൽ മീഡിയയിലെ കണക്ക് വെച്ച് നോക്കിയാൽ ഹിസ്ബുള്ളയും ഹൂത്തികളും ഒക്കെ അമേരിക്കയെ വരെ അടിച്ചു തോൽപ്പിച്ചിട്ട് ഇനി ആരുണ്ടടാ ഞങ്ങളെ തോൽപ്പിക്കാനെന്ന് ചോദിച്ച് നടക്കുകയാണ്. അത് വിശ്വസിക്കുന്ന കുറെ പാരലൽ യൂണിവേഴ്സ് നിവാസികളുമുണ്ട്. അമേരിക്കയെ ലോകത്തിലെ 1ാമത്തെ സൂപ്പർ പവർ എന്നൊക്കെ വിളിക്കുന്ന പ്രതിരോധ വിദഗ്ധർ ഒക്കെ മണ്ടന്മാരാണെന്ന് വിചാരിക്കുന്ന കുറെ പാരലൽ യൂണിവേഴ്സ് നിവാസികൾ. ചുരുക്കത്തിൽ യുദ്ധമുഖത്ത് അമേരിക്കയും ഇസ്രയേലും ജയിക്കും. പക്ഷേ സോഷ്യൽ മീഡിയയിലെ യുദ്ധത്തിൽ ഇറാനായിരിക്കും ജയം. ന്യൂസ് ഡെസ്ക്.